അല്ല ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ നേരല്ലല്ലോ, ആർക്കും നേരല്ല. അതപ്പ ഉണ്ടായത്. ഒരു ഫോട്ടോ എടുക്കല് ഇപ്പൊ എങ്ങനെയാപ്പത്? എന്റെ ഒരു ഫോട്ടോ അങ്ങനെ എടുത്താലേ ഫോട്ടോ വരുന്നത്. ഇതിനിപ്പോ അയക്കണത് എങ്ങനെയാന്ന് നോക്കട്ടെ. കുളങ്ങര കുടുംബത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കുളങ്ങര കുടുംബത്തിലെ പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഒരു ശ്രദ്ധ ഉള്ളത് നല്ലതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, വെറുതെ വേണ്ടാത്ത പണികൾ ചെയ്തിട്ട്. പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാർന്നവര് എന്നുള്ള നിലയ്ക്ക് ആദ്യം എന്നെ അറിയിക്കാൻ നോക്കണം. അച്ഛന്റെ ശല്യം കാരണം എല്ലാവരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോവാ. ആ പിന്നെ അല്ലാതെ ഫോണ് ഫുള്ളാവില്ലേ ഈ ഓഡിയോയും ഗുഡ് മോർണിംഗ്. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ കുടുംബത്തിലെല്ലാവരും മധുരക്കിഴങ്ങ് കിട്ടിയാ മേടിച്ച് കഴിച്ചോ. അത് കൊളസ്ട്രോളിന് എല്ലാത്തിനും നല്ലതാന്ന് പറയണു. വൈറ്റമിൻ എ അത് അതിൽ ധാരാളമുണ്ട് അത്ര കേട്ടോ. അപ്പൊ അത് നല്ലതാണ്. അതെ അതെ, അതുകൂടെ വന്നപ്പോ പൂർത്തിയായി. ഇതെന്താ അച്ഛനിതൊക്കെ എവിടുന്ന് കിട്ടണേ? അച്ഛാ, ഇതെന്താ ഫോണിൽ കാണിച്ചോണ്ടിരിക്കണേ? എന്താ ഫോണിൽ ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കേ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതില് നല്ല ഉപദേശങ്ങൾ ഓരോന്ന് അയക്കുക. നല്ല ഉപദേശം. അതെ, ആ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ആ ഫോട്ടോ ഒക്കെ വന്നത്? പെണ്ണുങ്ങളുടെ ഒക്കെ ഏത് പെണ്ണുങ്ങളുടെ എനിക്കറിയില്ല. അതെ, എന്താ സംഗതി? ഇതെങ്ങനെ ഈ ഫേസ്ബുക്കിൽ എങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ വരുന്നത്? ഏത് പെണ്ണുങ്ങളുടെ ഏത് പെണ്ണുങ്ങളുടെ എനിക്കറിയാം. എന്റെ അച്ഛൻ അങ്ങോട്ട് നോക്കിയേ. എന്താ സംഭവം? ഇത് കണ്ട, ഇത് അച്ഛന്റെ ഫേസ്ബുക്ക് അല്ലേ? അല്ലേ? എന്താ എന്റെ ഫോണിലതാരട്ടെ ഒരു അച്ഛന് ഫോട്ടോ ഇതിപ്പോ അച്ഛ, ഇത് നാട്ടിലുള്ള എല്ലാ ആളുകളും കണ്ടു, ലോകത്തുള്ളൊരു മൊത്തം അത് കണ്ടിട്ടുണ്ടാവും. ആ, അപ്പൊ എന്തിനതൊക്കെ ആവശ്യമില്ലാത്ത ഷെയർ ചെയ്യണത്? എനിക്ക് ഈ നേരത്ത് വന്നാലും സത്യം ഉണ്ടാവുള്ളേ. സത്യനോട് പറയണം, അല്ലാണ്ട് തോന്നിയ ദിവസം കളിക്കാനുള്ള. ഞാൻ ഇതിനേക്കാൾ ചെറുപ്പത്തില് ഷെയർ ചോദിച്ചിട്ട് എന്താ എവിടെ എന്റെ അച്ഛനെവിടെ? അച്ഛൻ്റെ ഇവിടെ ഉണ്ട്. എന്ത് പണിയാ സീതളട്ടങ്ങൾ കാണിച്ചു? നേരത്തെ ഈ ഫോണില് മതി ഇതൊക്കെ കാണിക്കാൻ പാടും. എല്ലാവർക്കും ഈ കാര്യം തന്നെ പറയാനുള്ളൂ. പിന്നെ ഇത് നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ? പുറത്തിറങ്ങി നടക്കാൻ പറ്റും ആൾക്കാർക്ക്? ഒന്നും ഇപ്പൊ അത്ര വലിയ കാര്യമല്ല. കാര്യം എന്ത് ഷട്ടിട്ട് നടക്കണ വലിയ കാര്യമില്ലെന്നോ? ഒന്നാമത് ഞങ്ങളുടെ ഒരു ഫോട്ടോ വിടുമ്പോ ഞങ്ങളോട് ചോദിക്കണ്ടേ?
നാളെ തോന്നിയ ദിവസം കാണിക്കാം. ഫോട്ടോ കൊടുത്തത് ആരും വിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കണം. നോക്കി നോക്ക്. എന്റെ അച്ഛന്റെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്ക്. എന്താ പറയണേ? ഞാൻ കാണിച്ചാൽ ഇങ്ങോട്ട് നോക്ക്. നീ നോക്ക്. എന്താ പറയുന്നത്? എന്തൊക്കെയറിയില്ല അച്ഛാ. നോക്ക് നോക്ക്. ഞങ്ങൾ കുളിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളോട് ചോദിക്കാണ്ട് മൂപ്പര് സ്റ്റാറ്റസിൽ ഇട്ടിരിക്കാം. എന്താ ആരെവിടെ ഇട്ടെന്ന് പറഞ്ഞത്? ഞാൻ ഫോട്ടോ എടുത്തവൻ കുളിക്കണ നേരത്തെ എടുത്ത ഫോട്ടോ അവന് ഞാൻ വാട്സപ്പിൽ ഒന്ന് അയച്ചു കൊടുത്തു. എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ എങ്ങനെ ഈ സ്റ്റാറ്റസിൽ വരിക? നാട്ടുകാർ മുഴുവൻ കളിയാക്കുക. ഓരോരുത്തർ കണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്. എന്താ സ്റ്റാറ്റസ്? ആരുടെ സ്റ്റാറ്റസ്? ഞാൻ എന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരെണ്ണ ചെയ്തത്. ഒന്നാമത് അറിയാത്ത പണിക്ക് നിൽക്കുന്നത്. എന്തിനാണ് അച്ഛൻ വെറുതെ ഈ ഫോട്ടോ എടുക്കാനൊക്കെ പോയത്? എന്റെ സത്യം ഞാനിതൊന്നും ഞാൻ ചെയ്തു നോക്കിയതാണ്. ഫോട്ടോ എടുക്കുമ്പോ എന്നെ ഒഴിവാക്കായിരുന്നു നിങ്ങൾക്ക്. ഇതൊന്നും മനസ്സിലാവില്ല. എന്തൊക്കെ പറയണം? അതാണ് ഇതിൽ സൂക്ഷിച്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. സത്യ ഒരു കാര്യം ഞാൻ പറയാം. ഫോൺ മേടിച്ചു കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഒരാൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കാൻ. സുഖേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിത് വാങ്ങിച്ചു കൊടുത്തത്? മേടിച്ചു കൊടുത്തത് കുഴപ്പമില്ലെന്ന്, പക്ഷെ അത് അറിയണ പോലെ പറഞ്ഞു കൊടുക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്റെ സുഖത. ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാന്ന്. ചെയ്യേ സച്ചേട്ടാ, എന്റെ ലൈഫ് നിങ്ങൾ അച്ഛൻ കളഞ്ഞത്. നാട്ടിൽ നിന്ന് ആ പെണ്ണ് കിട്ടുന്നില്ല. അവസരം കൊടകുന്ന പെണ്ണ് സെറ്റായി. കഴിഞ്ഞ ആഴ്ച നിശ്ചയം കഴിഞ്ഞു, പൈസ അങ്ങോട്ട് കൊടുത്തു. അടുത്ത മാസം കല്യാണം. ഇത് കൊടകിലെത്തി. തുണി വെച്ചിട്ട് നമുക്ക് വേണ്ടാത്. ശരിയല്ലേ? അത് അവരൊരു കാരണം പറഞ്ഞതാ. എന്നെ കൊണ്ട് പറയണ തിരിച്ചു പോയ ഭാഷ അറിയില്ല. ഡിലീറ്റ് ചെയ്തോ? കൊല്ലേ വേണ്ട. ആരെ? എന്നെ സത്യ അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് അച്ഛൻ്റെ റൂമിലൊക്കെ ഇട്ട് പൂട്ട്. മനുഷ്യന്റെ മാനം കളഞ്ഞിട്ട് ഷെഡിട്ട് നടക്കുന്ന ഫോട്ടോ കണ്ട് ഓരോരുത്തർ കളിയൊക്കെ ഉറക്കം വരണ്ടേ? കണ്ടറ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ലീവറാ. അതും പറ്റില്ലേ? സമാധാനം കളയാൻ വേണ്ടിട്ട് ഓരോന്ന് പുറപ്പെട്ട് എന്റെ ഫോണങ്ങോട്ട് കാട്ടി. ആ ഫോണങ്ങോട്ട് കാട്ടെ. ഇനി ആർക്കും ഒരു ശല്യവും വേണ്ട. ആർക്കും വേണ്ട ഒരു ശല്യം. ഇനി എന്താ ചെയ്യാ? എനിക്ക് അറിഞ്ഞൂടാ. ശിവബ്രോ, നമസ്കാരം. നമസ്കാരം. അതെ, രാവിലെ മുതലിരിക്കണ ഞാൻ അവിടെ. കുഴപ്പമില്ല. ഇതിലാവട്ടെ. ഞങ്ങള് രാവിലെ ഒന്ന് ആലപ്പുഴ പോയി. ആലപ്പുഴ പോയി, അതുകൊണ്ടാ ചെറിയ ലേറ്റ് ആയത്. ഫോണിലൂടെയുള്ള പരിചയമല്ലേ നമുക്കുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഞാനേ. ഇതിപ്പോ നേരിട്ട് കാണുമ്പോ സിനിമാ നടിയുടെ പോലെ ആളിരിക്കും. അതെന്തായാലും നന്നായി. ഒരുപാട് സന്തോഷം. ഓ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. അല്ല, അപ്പൊ നമ്മളെങ്ങനെയാ പുറത്തേക്ക് പോകണം? ഇതേ ശിതിൽ ബ്രോ, ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ. അതിന്റെ ആർക്കും നോക്കാൻ നേരില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഈ വീട് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് വരും? ഇത് ശരിക്കും പറഞ്ഞ 3200 സ്ക്വയർ ഫീറ്റാ. മൈ ഗോഡ്, 3200 സ്ക്വയർ ഫീറ്റാണ്. ശിതിൽ ബ്രോ, അപ്പൊ നമുക്ക് ഈ ലാൻഡ് എത്ര സെന്റ് വരും? ഇത് ശരിക്കും പറഞ്ഞ 35 സെന്റാ. 35 സെന്റിനുണ്ട്. റോഡ് സൈഡ്. അതെ, കണക്കിലല്ലാണ്ട് ഒരു 4 സെന്റ് വേറെ ഉണ്ട്. ആണോ? അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേ സംസാരിക്കാം. ഓ ആയിക്കോട്ടെ. ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. ആയിക്കോട്ടെ. ഈ ഇതിനൊന്നും ആവശ്യമില്ല, ഞാൻ പിടിച്ചോളൂ. കുഴപ്പമില്ല. അതൊരു സഹായാണ്. ഹലോ, സബ് രജിസ്ട്രാർ ഓഫീസ്. അത് ഓൺലൈനിൽ അപേക്ഷിച്ചാൽ മതി കേട്ടോ. ഓൺലൈനിൽ മതി, നേരിട്ട് വരണമെന്നില്ല. ശരി. നമസ്കാരം. ഇരിക്കും. എന്തായാലും ഇരിക്കും. കസേര 2 ഉള്ളൂ. കുഴപ്പമില്ല. ശിതിൽ ബ്രോ, എന്തായിരുന്നു കാര്യം പറയും? സാറേ, ഞാനേ, എന്റെ പേര് ശീതൾ എന്നാണ്. മോനെ എന്റെ സ്വത്തൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഓഹോ, മകന്റെ പേരിലേക്ക് നിങ്ങളുടെ പേരിലുള്ള സ്വത്ത് മകൻ എഴുതി കൊടുത്തിട്ടുണ്ടായി. മകൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ ശരി ശരി. അപ്പോ പ്രായമായി വരികയാണല്ലോ. അരിമോന? അല്ല, ഞാനേ ഓ ആ, നമ്മൾ പ്രായമായോണ്ടല്ല മോനെ എഴുതി കൊടുത്തത്. അതെ, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മക്കള് സംരക്ഷിച്ചില്ലെങ്കിൽ അതൊരു വിഷമാവില്ലേ എന്നുള്ളൊരു തോന്നല് ഇപ്പൊ കൊടുത്തതിന് ശേഷം. അപ്പൊ അവരുടെ ഇനി അങ്ങനെയൊക്കെ പല കഥയും കേൾക്കണോ. ഓഹോ. അപ്പോ ഈ സ്വത്തൊക്കെ കാലശേഷം മക്കൾക്ക് കൊടുത്താൽ മതി. ചിലപ്പോ അവര് സംരക്ഷിച്ചില്ലെങ്കിലേ അതൊരു വിഷമായി തീരില്ലേ. ആ ഇപ്പൊ അങ്ങനെ ഒരു നിയമമുണ്ട്. എനിക്ക് എന്നെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു നിയമമുണ്ട് എന്നുള്ളത് ഇപ്പഴാ അറിഞ്ഞത്. എന്തിപ്പോ അങ്ങനെ പെട്ടെന്ന് തോന്നാൻ? മക്കള് നോക്കണില്ലേ? ആ സാറേ, നിങ്ങളോടാണെങ്കിൽ പറയാലോ, മക്കള് പച്ചവെള്ളം കൊടുക്കില്ല. അതാണ് അല്ല, അങ്ങനല്ല, നോക്കണുണ്ട്. പക്ഷെ ഇനി കുറച്ചു കാലം കഴിയുമ്പോഴേ നോക്കിയില്ലെങ്കിലോ. ശരി ശരി. ആ പലയിടത്തും അങ്ങനെ വിഷയമുണ്ട്. നിങ്ങളാരാ? ഞാന് സുഹൃത്താണ്. സുഹൃത്താണ്. അല്ല, എനിക്ക് സുഹൃത്തെന്ന് പറഞ്ഞാ? നമ്മുടെ എന്റെ സ്വന്തമാണ്. എന്റെ പാപ്പനെ പോലെയാണ്. ഓ, ആ അപ്പൊ അയൽവക്കക്കാരാണ്. അതെ, ഞങ്ങൾ ഈ ഫേസ്ബുക്കിലെ ഓ അപ്പൊ ബന്ധുവാണ്. ആ മനസ്സിലായി. അപ്പൊ ഇവർക്കാണ് ഇപ്പൊ കൊടുക്കേണ്ടത്, അങ്ങനെയാണോ? അല്ല, തിരിച്ചെടുക്കാം. സാറിന്റെ പേരിലേക്ക് മാറ്റാം. എനിക്ക് എന്റെ പേരിലേക്ക് ആക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അതെ, ശീതളേട്ടൻ മകൻ എഴുതി കൊടുത്ത ആധാരം ഉണ്ടല്ലോ, അപ്പൊ എല്ലാത്തരം ആധാരവും നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. അതിലെ ക്ലോസുകൾ നമുക്കൊന്ന് നോക്കേണ്ടി വരും. ആധാരം കൊണ്ടാണ്. അപ്പൊ ഈ ആധാരത്തിൽ നമുക്ക് നോക്കാം. അതിനാണ് ഒരു അപേക്ഷ തന്നിട്ടേ നമുക്ക് അതിന്റെ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ആധാരം എടുത്തുകൊണ്ട് നന്നായി. ഇത് മോനോടുള്ള സ്നേഹവാത്സല്യം കൊണ്ടും മതിപ്പ് കൊണ്ടും കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ വാത്സല്യം ഇല്ലാതെയാ? ഇല്ല, നല്ല മതിപ്പുണ്ട്. പക്ഷെ ഇനി എല്ലാവരും പറയുമ്പോഴേ ഇത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടാ. ഒരു പണിയെ, നിങ്ങളൊന്ന് പുറത്തോട്ടിരിക്കും, ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. അപ്പൊ വന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം കേട്ടാ. അത് പെട്ടെന്നായാലേ ശരിയാക്കാം. പേരെന്താ പറഞ്ഞ? എന്റെ പേര് മൊയ്തു. ഇത് സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സ് ആണ്. ഇവർക്ക് ദൂരത്തേക്ക് എത്തണ്ടാണേ. ഓ ശരിയാക്കാം. ഇരുന്നു വെയിറ്റ് എന്റെ കൊട എവിടെയാ? ജസ്റ്റിന്റെ കയ്യിലുണ്ട്. കുഴപ്പമില്ല, കൊട തന്നോളൂ, ഞാൻ കുത്തിപ്പിടിക്കാം. സാർ അത് സ്പീഡാക്കിയാ. അവിടെ ഇരുന്നു. ഓക്കെ. മന്മൻ സാറേ, നിങ്ങളുടെ പ്രമാണം. കാരണവർക്ക് എവനെങ്ങനെ പരിചയം? അത് ഫേസ്ബുക്കില് ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോയോ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഇട്ട് അപ്പൊ തന്നെ ലൈക്ക് ചെയ്യും. അങ്ങനെ ഒരു സ്ഥിരം ചെയ്യാറുണ്ട്. ഞാൻ എന്ത് ഫോട്ടോ എടുത്താലും അപ്പ ലൈക്ക് ചെയ്യും. അതെനിക്ക് വലിയ ഇഷ്ടം അവരെ. അപ്പൊ അത് വേറെ ആരും ചെയ്യലില്ല. അങ്ങനെ സൗഹൃദം കൂടി. പിന്നെ ഇപ്പൊ ഇവർ രണ്ടാളും വീട്ടിലില്ലല്ലോ, ജോലിക്ക് പോവാണ്. അപ്പൊ ഞാൻ തനിച്ചാ. അപ്പൊ അതൊരു വലിയൊരു സൗഹൃദമായിട്ട് മാറി. അപ്പൊ അങ്ങനെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ അറിയുമ്പോ ഒരു സന്തോഷം. അതെ അതെ അതെ. അത് മുതലെടുത്ത് നീ ഇങ്ങനെ കാർന്നവരെ കൊണ്ട് അങ്ങനെ ചുറ്റി നടക്കുകയാണ് അല്ലേ? അല്ല, അങ്ങനെ അല്ല സാർ, ശീതൽ ബ്രോ പറഞ്ഞു. ശീതളേട്ടൻ ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോണതൊരു ആഗ്രഹം പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി വന്നതാണ്. എന്നോട് അയാളെ ഊട്ടി കൊടൈക്കനാൽ കൊണ്ടുപോകാൻ നിന്റെ വാപ്പയാണോ? വാപ്പ മരിച്ചു വരാം സാർ, എനിക്ക് അച്ഛനെ പോലെയാണ്. എനിക്ക് എന്ന് കാശ്മീർ പോകണമെന്ന്, നീ കൊണ്ടുപോകോ? കൊണ്ടുപോടാ. അയാൾക്ക് കൊണ്ടുപോകാൻ ആരും ഇല്ല സാർ, അതുകൊണ്ടാണ് ഞാൻ. ആരുമില്ലാത്തവരൊക്കെ നീ കൊണ്ടുപോകോ? ഒരുപാട് അനാഥരുണ്ട് ഇവിടെ, പല സ്ഥലത്തും കിടപ്പുണ്ട്. അവരൊക്കെ ഞാൻ പരിചയപ്പെടുന്നത്. നീ കൊണ്ട് കറങ്ങും അവരെല്ലാം. എടാ, ശീതളേട്ടൻ ആഗ്രഹം പറഞ്ഞപ്പോഴേ. പിന്നെ ഇദ്ദേഹം അനാഥനൊന്നുമല്ല, മോനായിരിക്കണം. എന്നാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ആ സബ് രജിസ്ട്രാർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇവനങ്ങ് പൊക്കി. എന്താ ചെയ്തതെന്ന് അറിയാമോ? അച്ഛൻ നിങ്ങളുടെ പേരിൽ എഴുതി തന്ന പ്രമാണം തിരിച്ച് അച്ഛൻ്റെ പേരിലേക്ക് എഴുതാനായിട്ടാണ് പോയത്.
അത് കഴിഞ്ഞാൽ ഇവന് കൊണ്ടുപോയിട്ട് കറങ്ങിയിട്ട് എവിടെയെങ്കിലും കൊന്നു കൊക്കയിലെല്ലാം എറിഞ്ഞാൽ ഈ സ്വത്തും പണമെല്ലാം അടിച്ചെടുക്കാമല്ലോ. ഏയ് സാർ അങ്ങനെ ഇവൻ ആരാന്നറിയാമോ? കാപ്പ നിയമപ്രകാരം നാട് കടത്തിയ പ്രതിയാ. പിന്നെ തായി കൂടെ നിൽക്കണവള്, അവള് ആണുങ്ങളെ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന മെയിൻ ആളാണ്. രണ്ട് കേസ് പെടുത്തിയാനെ. എന്തായാലും ഭാഗ്യമുണ്ട്. ഫോണും മേടിച്ചു കൊടുത്ത് നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണ സുഹൃത്തെ? സാറേ, അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇത് ചെയ്യില്ല. ഇപ്പൊ ഇത്രയും വലിയ ഗുലുമാലാവുന്ന നമ്മൾ അറിയില്ല. അതെ, കൊച്ചു പിള്ളേർക്കും ഇതുപോലുള്ള കാരണന്മാർക്കും ഒക്കെ ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ്. അതിനകത്ത് ഒരുപാട് ടെക്നോളജി വളർന്നതാണ്, ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. എന്തിലെങ്കിലൊക്കെ ഒന്ന് ഞെക്കെ പിടിക്കുക ചെയ്താൽ അത് എവിടെയെങ്കിലും നാളെ കണ്ടില്ലേ ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ ചെന്ന് പെടും. സാർ ഞങ്ങളോട്ട് പോകട്ടെ സാർ. പോവാം. ഒറ്റയ്ക്ക് പോകണ്ട, ഇവിടുന്ന് പോലീസും ജീപ്പും എല്ലാം വരും. അങ്ങനെ അങ്ങ് പോവാം. വാടാ നമുക്ക് പോടോ, നടക്കണേ. നമുക്ക് പോടാ. പിന്നെ ഈ പഠിപ്പും വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരാളിന് ഫോൺ മേടിച്ചു കൊടുക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷെ അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കണ കാശ് പോവും, സ്വത്തും പണവും ജീവൻ വരെ പോയേനെ. ഒറ്റ ടച്ച് മതി ഒരാളുടെ ജീവിതം ഇല്ലാതാകാൻ.